സോ ഇന്നലെ നേപ്പിൾസ് അവേ ചെന്നിട്ട് നമ്മളൊരു 1-1 ഡ്രോ വഴങ്ങിയുണ്ടായി. സോ ഇന്നലത്തെ എന്റെ പ്രഡിക്ഷനും ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. എന്നോട് പ്രീ മാച്ച് എവേ മാച്ച് നേപ്പിൾസ് ചെന്നിട്ട് ഒരു ഡ്രോ വാങ്ങിച്ചോളാം ഹാപ്പി ആയിരുന്നു ചോദിച്ചാൽ ഐ വുഡ് ഹാവ് ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്നലത്തെ മാച്ച് കണ്ടിട്ട് ദ വേ വി കൺസിഡർ ദ ഗോൾ, ദ വേ വി എന്നാ പറയാ ഷുഡിൻ ക്യാപിറ്റലൈസ് ഓൺ ദ ചാൻസസ് ആൻഡ് ദ വേ വി സെറ്റപ്പ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്, ഓവറോൾ ഗെയിമിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഐ വാസ് റിയലി ഡിസപ്പോയിന്റഡ്. ഫസ്റ്റ് ഹാഫിൽ പ്രോബബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സീസൺ തന്നെ പറയാവുന്ന ലെവൽ ഓഫ് പെർഫോമൻസ്. ആൻഡ് എനിക്ക് സാമിയോട് ചോദിക്കാനുള്ളത്, വൈ ആർ ഇൻ വി മേക്കിംഗ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ റൈറ്റ് മോമെന്റ് ആൻഡ് വൈ ആർ ഇൻ വി ടേക്കിംഗ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ റൈറ്റ് മോമെന്റ് ആൻഡ് റൈറ്റ് പ്ലേയേഴ്സിനെ എന്തുകൊണ്ട് ഇറക്കുന്നില്ല? നമ്മൾ ഡിഫൻസീവ്ലി വൺ ഓഫ് ദ മോസ്റ്റ് വൾണറബിൾ ടീംസ് ഇൻ യൂറോപ്പ് ആണ്. പ്രോബ്ലി വേഴ്സ്റ്റ് ഡിഫൻസ് ഇൻ ടോപ്പ് 5 ലീഗ്സ് യൂറോപ്പിൽ ഈ വർഷത്തെ 2024 ഏറ്റവും കൂടുതൽ ഗോൾസ് കൺസീഡ് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ടീം നമ്മൾ പെപ് ഗോർഡിയോളൊക്കെ ഒരു ഗോൾ ലീഡ് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നടത്താതെ സെയിം മില്ലോണായിട്ട് ഗെയിം കംപ്ലീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ബട്ട് ദാറ്റ് മാൻ സിറ്റി ടീം വാസ് പെർഫെക്റ്റ്. അവർക്ക് 1 ഗോൾ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ അറിയാം. അതേസമയത്ത് ഇവിടെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ മോസ്റ്റ് വൾണറബിൾ ആണ്. സോ വെൻ ദ ഒപ്പോണന്റ് ഇസ് ട്രൈങ് ടു സ്കോർ, അവർ കുറച്ച് ഓപ്പൺ അപ്പ് ആകുമ്പോൾ മേക്ക് എ ബോൾ മൂവ്. നമ്മൾ പറയത്തില്ലേ, ഷോ സം ബോൾസ്, മേക്ക് ദ ബോൾ മൂവ്. അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക, ഫെർമിൻ ലോപ്പസിനെ ഇറക്കുക, വിക്ടർ റോക്കിനെ ഇറക്കുക, അല്ലെങ്കിൽ മാർക്ക് ഗുവിനെ ഇറക്കുക. വൈ ആർ യു ബ്രിങ്ങിങ് ഓൺ ദീസ്? റഫീന വാട്ട് ഈസ് ശരിക്കും ബ്രസീലിലാണ്. ഒറേൽ റമ്യൂ സീരിയസ്ലി ഇൻ സച്ച് എ ബിഗ് മാച്ച് വി ആർ ബ്രിങ്ങിങ് ഓൺ ഒറേൽ റമ്യൂ. എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനായിട്ടുള്ളത്, നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഗെയിം സെറ്റപ്പ് ചെയ്തു, വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഓവറോൾ പ്ലേ. ആൻഡ് അടുത്തായിട്ട് സാവി ഇത് പോസ്റ്റ് മാച്ചിലാണ് പ്രീ മാച്ചിൽ വന്ന് പറയുന്നത് കേട്ടു, ഞങ്ങളാണെങ്കിൽ ഫ്രാങ്കിഡിയോ ഫോർമാൻ മിഡ്ഫീൽഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വി നീഡ് സുപ്പീരിയോറിറ്റി, ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി, വി നീഡ് ടു മൂവ് ദ ബോൾ മോസ്റ്റ് ഫ്ലുവൻലി. സോ അങ്ങനെ ബോൾ ഫ്ലുവൻലി മൂവ് ചെയ്യണമെങ്കിൽ, അഥവാ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഫ്രാങ്കി ഡിയോങ് വാട്ട് ഈസ് ഹി ഡൂയിങ് ഇൻ ദ ബിൽഡപ്പ് ഫേസ്? ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി നമുക്ക് വേണം. സോ നമ്മൾ 3 സെന്റർ ബാക്സിനെ വെച്ചാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഫ്രാങ്കി ഡിയോങ്ങിനെയും കൂടെ ഫോർത്ത് മാനായിട്ട് ബിൽഡപ്പ് ഫേസിൽ ഡിഫൻസിന്റെ ഒപ്പം നിർത്തുന്നു. സോ വേർ ഇസ് എ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി? വാട്ട് ഡിഡ് അതർ ടീംസ് ഡു? 3 പ്ലേയേഴ്സിനെ വെച്ച് ബിൽഡപ്പ് ചെയ്യും. ഏതൊരു 2 ഫുൾ ബാക്സ് പുഷ് ചെയ്യും ആൻഡ് 2 സെന്റർ ബാക്സിനോടൊപ്പം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇരിക്കും. നമ്മുടെ ഇവിടെ 3 സെന്റർ ബാക്സ് ഉണ്ട്, കുണ്ടെ ഹു ഇസ് ഓൾസോ ഇൻ ദാറ്റ് റോൾ. അങ്ങോട്ട് നമ്മൾ ഫ്രാങ്കി ഡിയോങ്ങിനെ ഇൻവേർട്ട് ചെയ്തിട്ട്, സോ ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജ് അല്ല ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. വി നീഡ് ടു ഹാവ് ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി. ക്രിസ്ത്യൻസനും ഫ്രാങ്കി ഡിയോങ്ങും പാരലായിട്ട് നിൽക്കണം, എന്നാൽ സുപ്പീരിയോറിറ്റി വരും. ബിക്കോസ് വി ഹാവ് 3 ഡിഫൻഡേഴ്സ് ബിൽഡപ്പ് ഫേസിൽ. ഇത് 180 ഡിഗ്രീസിലാണ് നിൽക്കുന്നത്. ക്രിസ്ത്യൻസൺ ഇവിടെ ആണെങ്കിൽ ബാക്കിൽ നേരെ 180 നേരെ പുറകിലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രാങ്കി ഡിയോങ്. സോ അവിടെ എങ്ങനെയാണ് സുപ്പീരിയോറിറ്റി വരുന്നത്? ആൻഡ് വെൻ എവർ ദ ബോൾ ഇസ് പ്ലേ ടു ക്രിസ്ത്യൻസൺ, ഹി ഹാഡ് നോ ഐഡിയ. വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് ഫ്രം ക്രിസ്ത്യൻസൺ. സത്യം പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, ഒരു മരക്കഷ്ണം എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു ചില സമയത്ത്. എസ്പെഷ്യലി പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഓവറോൾ ഡിസപ്പോയിന്റിങ് ആണ്. സാവിയുടെ സിസ്റ്റത്തിന്റെ ഒരു ഇഷ്യൂ കൂടെ ആണ്. ബിക്കോസ് ഹി ഹാവ് നോ പാസിംഗ് ഓപ്ഷൻ. പുള്ളിക്ക് അറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. പുള്ളി കുറച്ചുകൂടെ സൂപ്പർ ആണെങ്കിൽ ഹി ഷുഡ് പ്ലേ ഇൻ എ പാരലൽ ലൈൻ വിത്ത് ഫ്രാങ്കി ഡിയോങ്. അപ്പം നമുക്ക് ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രാങ്കി ഡിയോങ് ബിൽഡപ്പ് ഫേസിലോട്ട് പോകുന്നു, ന്യൂമറിക്കലി നമ്മൾ ഡിസഡ്വാൻറ്റേജിലോട്ട് പോവാണ്. ക്യാൻസലോ മാത്രം പുഷ് ചെയ്യുന്ന 3 സെന്റർ ബാക്സ് അവിടെ ഉണ്ട്. സോ ഒപ്പോണൻസിന് ഈസിയാണ് 3 വേഴ്സസ് 3 സിറ്റുവേഷൻ തന്നെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇൻ മിഡ്ഫീൽഡ്. വി നീഡ് ടു ഹാവ് 4 വേഴ്സസ് 3 സിറ്റുവേഷൻ ടു ക്രിയേറ്റ് ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി, റൈറ്റ്? അവിടെ ഒന്ന്. ആൻഡ് സെക്കൻഡ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നമ്മൾ പെഡ്രിനെ, വൈ ആർ വി യൂസിങ് പെഡ്രി ഇൻ ദാറ്റ് ഹയർ ഓഫ് സ്പേസസ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇന്റീരിയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ജോ ക്യാൻസലോ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് പുള്ളി പുഷ് ചെയ്യുന്നു. ആൻഡ് ഇന്നലെ ജോ ക്യാൻസലോ ഡിഫൻസീവ്ലി ഈ നീഡ് ടു ബി മോർ അവെയർ. കാരണം അവർ റൈറ്റ് ഹാൻഡ് സൈഡ് ഡി ലോറൻസോയും പോളിറ്റാനും റിയലി ത്രെറ്റനിങ് ആണ്. സോ പുള്ളിക്ക് ആ റൺസ് നടത്താനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. സോ ഇന്നലത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കാനാണെങ്കിൽ, വെൻ പെഡ്രിക്ക് ഹയർ ഓഫ് ദ പിച്ച് ബോൾ റിസീവ് ചെയ്യും, അഥവാ ഇന്ത്യയുടെ സ്പേസിൽ കളിക്കും, he need to have passing option. ഒന്ന് ലെവൻഡോസ്കി, the striker who is making that runs. ആൻഡ് പുള്ളിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കളിക്കുമ്പോൾ he need a runner in that left hand side. ഇന്നലെ പല സിറ്റുവേഷനിലും വെൻ പെഡ്രി റിസീവ് ദ ബോൾ, ജോ ക്യാൻസലോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് he need to have ബി superior in terms of defensively. കാരണം ആൾക്കാണെങ്കിൽ ഡിഫൻസീവ്ലി അവയർനെസ് വന്നേ പറ്റൂ. ഇന്നലത്തെ മാച്ചിൽ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സോ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെൻ പെഡ്രി is looking for a runner അവിടെ ഇല്ല. അതുപോലെ തന്നെ ഫ്രാങ്കി ഡിയോങ് യമാലിന് ഇന്നത്തെ മാച്ചിൽ നമ്മൾ കണ്ട ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ഒരു സൂപ്പർ ബോൾ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ബ്രേക്കിംഗ് പാസും കൂടാതെ സെക്കൻഡ് ഹാഫിൽ ഒരു സൂപ്പർ ബോൾ ഡെലിവറി നമ്മൾ നോക്കുകയാണെങ്കിൽ യമാലിന്റെ റണ്ണ് കാണുന്നു. ആള് കട്ട് ചെയ്തിട്ട് ഹീസ് പാസിംഗ് ടു ഗുണ്ട. സോ അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പേസ് ആണ്, അവിടെ റണ്ണർ ഇല്ല. ഇന്നലെ പല സിറ്റുവേഷനിലും വെൻ ഇഫ് ദർ വാസ് എ പ്രോപ്പർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിങ്ങർ, നമ്മളാണെങ്കിൽ ഇന്നലെ സത്യം പറഞ്ഞാൽ ഒരു 3-0 ലീഡുമായിട്ട് വരേണ്ടതാണ്.
കാരണം അത്രയും സൂപ്പർബായിട്ടുള്ള അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ്പോസ് ആക്കായിരുന്നു. കാരണം നമുക്ക് റണ്ണേഴ്സ് ഇല്ല. ആ ക്യാൻസലോടെയും കുഴപ്പമില്ല, ഹീസ് നോട്ട് ആസ് ടു ഡു ദാറ്റ്. നമുക്കൊരു പ്രോപ്പർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിങ്ങർ ഇല്ലാത്തതിന്റെ എടുത്ത് കാണാനുണ്ടായിരുന്നു. പല അവസരങ്ങളും പറ്റുവാണെങ്കിൽ ഒന്ന് കയറി ഹൈലൈറ്റ്സുകളോ എന്തെങ്കിലും ഒക്കെ കാണാം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ ഗുണ്ടകൻ എടുത്ത ഷോട്ട്സിന്റെ ഒക്കെ സിറ്റുവേഷൻ ഒക്കെ ഇല്ല അവിടെ. ഇഫ് ദർ വാസ് എ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിങ്ങർ മേക്കിംഗ് ദാറ്റ് റൺ, ഈസി പാസ് വാസ് ഓൺ. നമുക്ക് അവിടെ ഒന്ന് ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഇന്നലെ സെറ്റപ്പ് ചെയ്ത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ത്രൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓവറോഡ് ക്രിയേറ്റ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് ത്രൂ മോസ്റ്റ് അറ്റാക്സ് വരാനാണെങ്കിലും ഗെയിം ഓവറോൾ വന്നപ്പോഴേക്കും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായി ഡോമിനൻസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരുന്നു കൂടുതൽ സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ കൂടുതൽ വരികയും ചെയ്തു. ആൻഡ് ഇന്നത്തെ ഗുണ്ടകന്റെ പെർഫോമൻസ് പ്രോബബ്ലി ദ ബെസ്റ്റ് പ്ലെയർ ഓൺ ദാറ്റ് പിച്ച് അലോങ് വിത്ത് അറോഹോ. നമ്മുടെ ഡിഫൻസിന് എന്തൊരു കുറ്റം പറയാനില്ല, ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ പറയാം. ഓവറോൾ ഡിഫൻസിനെ ഞാൻ കുറ്റം പറയത്തില്ല ഇന്നലെ. എസ്പെഷ്യലി അറോഹോ സൂപ്പർ വരുന്നു. ക്യാൻസലോ ഹി ഡിഡ് ഹിസ് ഡ്യൂട്ടി, ഉള്ള പറയാം, ഹി ഡിഡ് ഹിസ് ഡ്യൂട്ടി കമ്പയർഡ് ടു അതർ മാച്ചസ്. ഡിഫൻസീവ്ലി ബെറ്റർ ആയിരുന്നു. ബട്ട് ആൾക്ക് അതായിരുന്നു കൂടുതൽ അറ്റാക്കിംഗ് സീക്വൻസിനെക്കാളും ഹി വാസ് അവെയർ ഡിഫൻസീവ്ലി ഇന്നലെ ഓവറോൾ. ആൻഡ് കുണ്ടെ വാസ് ഓക്കെ. കുണ്ടയുടെ ലാസ്റ്റ് മൊമെന്റ് ചെറിയൊരു ഇഷ്യൂ, അത് പോട്ടെ, ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. ആൻഡ് ഗുണ്ടകൻ പ്രോബബ്ലി അവർ ബെസ്റ്റ് പ്ലെയർ ഓൺ ദാറ്റ് പിച്ച്. ആൾ ഇന്നലെ സൂപ്പർ ആയിരുന്നു. ആളുടെ ട്രാക്ക് ബാക്സ്, ആളുടെ ബോൾ റിക്കവറീസ് എല്ലാം അടിപൊളിയായിരുന്നു. അന്യായ ഇന്റൻസിറ്റി ആയിരുന്നു ഗുണ്ടകൻ കാണിച്ചാൽ. ഗുണ്ടകന്റെ ഷോട്ട്സ് നമ്മൾ കണ്ടു. ഗുണ്ടകൻ പല അവസരങ്ങളിലും ലെവൻഡോസ്കിലും മേളിൽ പുള്ളി പുഷ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ സ്ട്രോങ്ങസ്റ്റ് ഏരിയാസിലൂടെ നമുക്ക് ഇന്നലെ ഗുണ്ടകനെ മോസ്റ്റ് ടൈംസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കൂടുതൽ കണ്ടു. ആൻഡ് ഗുണ്ടകൻ പലപ്പോഴും ലെവൻഡോസ്കിക്ക് മേളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയർ ഓഫ് ദ പിച്ച് വന്ന് പൊസിഷൻ കീപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. സോ ആൻഡ് പുള്ളിയുടെ റിക്കവറീസ് ഒരു രക്ഷയില്ല. അടുത്തായിട്ട് പെഡ്രിയുടെ കാര്യം, ഞാൻ അദ്ദേഹത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്റീരിയർ ഹയർ പുഷ് ചെയ്ത് യൂസ് ചെയ്യുന്നു. ബട്ട് പുള്ളിയുടെ സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞാണ്, ഹി നീഡ്സ് ടു ബി എ ബിറ്റ് മോർ ഡീപ്പർ. ആ സെൻട്രൽ ഏരിയാസിലോട്ട് കൂടുതൽ വരണം ദാൻ ഹയർ ഓഫ് ദ പിച്ച്. പെഡ്രി ഈസ് മോർ സ്യൂട്ടബിൾ സെൻട്രൽ ഏരിയസ്. നമ്മൾ ഇന്റീരിയർ ആ ഒരു വാശി മാറ്റണം സാവി. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ പ്ലേയേഴ്സിന്റെ സ്ട്രെങ്തിലോട്ട് പുള്ളി വരുമെന്ന് തോന്നുന്നു. നമ്മൾ ശരിയാണ്, സാവി ഈ സീസൺ ആയിട്ട് പോവാണ്, പക്ഷെ പുള്ളി ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ലല്ലോ. I'm a huge fan of Savi as a player. And നമ്മൾ നോക്കാനാണെങ്കിൽ ഇന്നത്തെ പുള്ളിയുടെ പെർഫോമൻസ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തേ പറ്റൂ ഡിസിഡൻസിന്. ഒന്ന്, നമ്മൾ പെഡ്രിയുടെ സ്ട്രോങ്ങസ്റ്റ് ഏരിയസ് എന്താണെന്ന് ക്ലിയർലി ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് കാണിച്ചു തരികയും ചെയ്തു. ആൻഡ് പുള്ളിക്ക് അവിടെ ഒരു വിങ്ങർ, ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റണ്ണർ നടത്താൻ ഒരു പ്ലെയർ ഇല്ല ടു മേക്ക് ദാറ്റ് പാസ്. ആൻഡ് ആ ഗോൾ വന്ന വഴി നോക്കും, ആ ഗോൾ വന്ന സീക്വൻസിൽ ജസ്റ്റ് പോസ് ദാറ്റ് പറ്റുവാണെങ്കിൽ ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്യാൻസലോസ് ഓപ്ഷൻസ് വാസ് ദർ. നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൻഡോസ്കി ആണെങ്കിൽ ആ റണ്ണ് നടത്തുന്നു, റഹ്മാനി വന്ന് ഇത് വരുന്നു, അഡ്വാൻസ് ആയിട്ട് വരുന്നു. സോ അവിടെ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ ബോൾ പെഡ്രി ഡെലിവറി ആണ്. സോ ദർ വാസ് ഓപ്ഷൻസ് ഫോർ ഇറ്റ് ബോത്ത് ഏരിയസ്. സോ ആ കറക്റ്റ് പാസ് അദ്ദേഹം നടത്തുകയാണ്. ഷോട്ട് വരുന്നു, ലെവൻഡോസ്കിയുടെ സൂപ്പർ ഗോൾ വരുന്നു. ആൻഡ് എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനായിട്ടുള്ള സെക്കൻഡ് ഹാഫിലെ നമ്മുടെ ഓവറോൾ ഇന്റൻസിറ്റി. നമ്മൾ ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് അണ്ടർസ്റ്റാൻഡബിൾ, ഇത് 7-8 പ്ലേയേഴ്സ് ആ പിച്ചിൽ നമുക്ക് ക്ലിയർലി സെക്കൻഡ് ഹാഫിൽ ഡൗൺ ആയിരുന്നായിട്ട് കാണാം ഇൻ ടേംസ് ഓഫ് ഇന്റൻസിറ്റി. ആൻഡ് പെഡ്രിയുടെ കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ നോക്കുവാണെങ്കിൽ വി നീഡ് ടു കീപ് ദ ബോൾ അല്ലേ. നമ്മൾ ഇന്നലെ പൊസഷൻ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു, 51-49 അങ്ങനെ കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് ബോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വി ആർ ഹോൾഡിംഗ് ഓൺ ദ ബോൾ ടു മച്ച്. നമ്മൾ ബോൾ ബാർസലോണ കൊണ്ടുപോയി കളയുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹയർ ഓഫ് ദ പിച്ചിൽ അറ്റാക്കേഴ്സ് ആർ ബൗണ്ട് ടു ലൂസ് ദ ബോൾ അല്ലേ. ഇന്നലെ നോക്കുവാണെങ്കിൽ ലെവൻഡോസ്കി 7 തവണ ലൂസ് ചെയ്തു, ഗുണ്ടൻ ഹയർ ഓഫ് ദ പിച്ചസ് വെച്ച് കുറച്ച് തവണ യൂസ് ചെയ്തു. ബട്ട് ഹയർ ഓഫ് ദ പിച്ചിൽ അറ്റാക്കിംഗ് സീക്വൻസിൽ ബോൾ യൂസ് ചെയ്യുന്ന എക്സ്പെക്ടഡ് ആണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് വെൻ ഫ്രാങ്കി ഡിയോങ് ലൂസസ് ദ ബോൾ, വെൻ ക്രിസ്ത്യൻസൺ ലൂസസ് ദ ബോൾ, ബിക്കോസ് അവരുടെ പൊസിഷൻ നമുക്കറിയാം. സോ ആ ഒരു ഏരിയാസിൽ വെച്ച് ബോൾ യൂസ് ചെയ്യാൻ ഇറ്റ്സ് റിയലി ബാഡ്. സോ പെഡ്രിയുടെ കാര്യം ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പെഡ്രിയുടെ ഫിസിക്കാലിറ്റി ഈസ് എ ഹ്യൂജ് പ്രോബ്ലം. പെഡ്രി ആ കാര്യത്തിൽ ഇംപ്രൂവ് ചെയ്തേ പറ്റും. നമ്മൾ ഗ്യാവി ഈസ് ഓൾമോസ്റ്റ് സിമിലർ പ്രൊഫൈൽ ലൈക്ക് പെഡ്രി അല്ലേ. ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാവിയുടെ കാലിൽ നിന്ന് ബോൾ വന്നില്ല, പുള്ളിയുടെ കാലിൽ ആ ഒരു ഇന്റൻസിറ്റി ഞാൻ കാണാം. ഫെർമിൻ ലോപ്പസ് ഒന്നും ഹ്യൂജ് അല്ല, ബട്ട് അവരുടെ കാലിൽ നിന്ന് അവിടെ ഇടിച്ചു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് ഫിസിക്കാലിറ്റി, ടെക്നിക്കാലിറ്റി ഉണ്ട് പെഡ്രിക്ക്, ഇല്ലെന്നല്ല, ബട്ട് ഹി നീഡ്സ് ടു വർക്ക് ഓൺ ദാറ്റ് ഫിസിക്കാലിറ്റി. ആൻഡ് പിച്ചിൽ അത് കാണിച്ചേ പറ്റൂ പെഡ്രി. കാരണം അനാവശ്യം എന്നല്ല, സിംപ്ലി പുള്ളിനെ ഫിസിക്കലായിട്ട് ചാലഞ്ച് ചെയ്യുമ്പോൾ പുള്ളി ബോൾ ലൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വറിയിങ് ഫാക്ടർ, ഇറ്റ്സ് എ വറിയിങ് തിങ്, ഇറ്റ്സ് എ ഹ്യൂജ് വറിയിങ് തിങ്. ആൻഡ് എടുത്ത് ചോദിക്കാനായിട്ടുള്ള അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേയേഴ്സിന്റെ ഇന്റൻസിറ്റി ഇൻ ദ സെക്കൻഡ് ഹാഫ് ക്വസ്റ്റ്യനബിൾ ആണ്. പ്ലേയേഴ്സ് എല്ലാം ഡൗൺ ആണ്. മേക്ക് ദ സബ്സ്റ്റിറ്റ്യൂഷൻ മാൻ, മേക്ക് ദാറ്റ് മൂവ്, bring that energetic player. Who is the most energetic player in our team? Fermin Lopez. Why isn't he on? പുള്ളിക്ക് ഇഞ്ചുറി ഇഷ്യൂസോ മറ്റോ ഒന്നും ഉള്ളതായിട്ടൊന്നും കണ്ടില്ല. Why isn't he on? And Victor Roque, probably one of our most energetic player up front ആയിട്ട് ഇറക്കുമ്പോൾ ആളുടെ പെർഫോമൻസിൽ മേ ബി ആൾ ഗോൾ അടിച്ച് വാരി കൂട്ടുക എന്നല്ല, ബട്ട് ആ ഫ്രണ്ടിൽ ഇറക്കുമ്പോൾ ഏറ്റവും എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലെയർ. Why isn't he bringing on?
റഫീനയൊക്കെ വെറുതെ, റഫീനയൊക്കെ ചുമ്മാ. പിന്നെ റൊമയോന്റെ കാര്യം, റൊമേനെ ഒന്നും ഞാൻ പറയുന്നില്ല, റൊമേനെ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിയുടെയും കുഴപ്പമില്ല. ഈസ് നോട്ട് ബൗണ്ട് ടു പ്ലേ ഫോർ ദിസ് ടീം. ഈ സിസ്റ്റമായിട്ട് ഈ ഒരു ടീമിൽ കളിക്കാനുള്ള ക്വാളിറ്റി പുള്ളിക്കില്ല. റഫീന മാൻ, റിയലി ഡിസപ്പോയിന്റഡ് അഗൈൻ വിത്ത് റഫീന. ശരിയാണ്, ആളൊരു ഇഞ്ചറിക്ക് ശേഷം വരും, എന്താണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. റഫീന ഷുഡ് ഡു മോർ, അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആൻഡ് എടുത്തു പറയേണ്ട അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നീഗോ മാർട്ടിനസ്. വാട്ട് വാസ് ഹി ട്രൈങ് ടു ഡു ദ ആ ഒരു ഗോളിൽ? ആ ഒരു മാച്ചിൽ ഒസിമൻ ഒന്നുമല്ല. ഒസിമൻ ആണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ ഒരു നനഞ്ഞ പടക്കം പോലെയായിരുന്നു അത്ര നേരം, ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഒസിമന്റെ മോശന്റെ ആൻഡ് ഔട്ട് ഓഫ് നത്തിങ് ആ ഇനിഗോ മാർട്ടിനസ് അവനെ ചവിട്ടിട്ട് പെനൽറ്റി കൺസീഡ് ചെയ്യുമായിരുന്നില്ല, എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഇത് എന്താണ് മാർട്ടിനസ് ഉദ്ദേശിച്ചത് അവിടെ? എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്? ആൻഡ് ഒസിമൻ അത്ര ചാൻസ് ഒക്കെ കൊടുത്ത് അവനെ കൺവേർട്ട് ചെയ്യാതിരിക്കും. ഇന്ന് അടിച്ചോ, ഞങ്ങൾ ഇട്ട് തന്നേക്കാന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. ആൻഡ് സെക്കൻഡ് നമ്മൾ ആ ഗോൾ അടിച്ചതിന് ശേഷം ആ സെക്കൻഡ് ഹാഫിൽ ഓവറോൾ നമ്മളൊരു ബീരുക്കളെ പോലെ, എസ്പെഷ്യലി സാവി ടീമിനെ കളിപ്പിച്ചോലെ തോന്നുന്നു. വി ഷുഡ് പുഷ്. നാപ്പിളി ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് അല്ലെ, അവർ ലീഗിൽ മോശമായിട്ട് പെർഫോം ചെയ്യാം. ആൻഡ് നമ്മൾ പറയായിരിക്കും നാപ്പിളി മോശമായിട്ടല്ല കളിക്കുന്നത്, അതിനകത്ത് നമ്മൾ അടിച്ചു കൂട്ടണമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നാപ്പിളി മോശം ടീമല്ല, നല്ല ടീമാണ്. സോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് നല്ല പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്തു. ബട്ട് ദേ വർ ബാഡ്, ദേ വർ സോ ബാഡ്, ദേ വർ മോർ ബാഡ് ദാൻ അസ്. നമ്മളെക്കാളും മോശമായിട്ടാണ് അവർ കളിച്ചത്. ബട്ട് സെക്കൻഡ് ഹാഫിൽ അവർ അന്യായമായിട്ട് കളിച്ചെന്നല്ല, അവര് സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്തു സെക്കൻഡ് ഹാഫില്. ബട്ട് അവരെ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഗെയിമിലോട്ട് വന്നോന്ന് പറഞ്ഞ് നമ്മൾ ഇന്റൻസിറ്റി ഡൗൺ ചെയ്ത്, നമ്മൾ മോശം സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി, നമ്മുടെ മോശം സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് ഇന്ന് കളിച്ചോ എന്നുള്ള രീതിയിൽ നമ്മൾ അവന്മാർക്ക് അവസരം കൊടുത്തോളൂ തോന്നി. ഞാൻ യമാലിനെ ഒന്നും പറഞ്ഞിട്ട്, യമാലൊക്കെ ഇന്നലെ ശരിക്കും ടയേർഡായിരുന്നു. സോ യമാൽ ഇന്നലെ പല അവസരങ്ങളും കട്ട് ചെയ്തിട്ട് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പാസ് ചെയ്യാണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു വിങ്ങറിനെ മസ്റ്റാണ്. അത് എടുത്ത് കാണിച്ച മാച്ചാണിത്. ആൻഡ് ഓവറോൾ ടീമിന്റെ പെർഫോമൻസിൽ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹാപ്പി ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു 60 മിനിറ്റ് വരെ. ബട്ട് ലാസ്റ്റ് 25-30 മിനിറ്റ്സ്, സെക്കൻഡ് ഹാഫ് ഓവറോൾ എസ്പെഷ്യലി ലാസ്റ്റ് 25-30 മിനിറ്റ്സ് റിയലി ഡിസപ്പോയിന്റഡ്. യെസ്, നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ സാബി ഷുഡ് ഡു മോർ. ഞാൻ സാവിയുടെ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഹി ഷുഡ് മേക്ക് സം ബോൾ മൂവ്സ്, സബ്സ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റ് ആയിട്ട് നടത്തണം. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ നമ്മുടെ പ്ലേയേഴ്സിന് ഇന്റൻസിറ്റി ഇസ് എ ബിഗ് തിങ് ടു കൺസിഡർ. ആൻഡ് ഈ പെഡ്രിയുടെ റോൾ, പെഡ്രിയുടെ പൊസിഷനിങ്, ആ ഒരു റോൾ അതും സാവി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വി നീഡ് ടു യൂസ് ദാറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മോർ. എടുത്തു പറയുന്ന കാര്യമാണ്. നമ്മൾ വി ആർ ബാർസലോണ, വി ഹാവ് ടു അറ്റാക്ക് അല്ലേ. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ മാച്ചിനെ കുറിച്ച്? സോ ഐ ആം ഹാപ്പി. ഞാൻ റിസൾട്ടിൽ ഇൻ ടേംസ് ഓഫ് ഈ മാച്ചിന് മുമ്പ് 1-1 ഹാപ്പി ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്. പക്ഷെ ഇന്നത്തെ മാച്ച് കണ്ടതിന് ശേഷം ഐ ആം നോട്ട് ഹാപ്പി. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു ഗോൾ പ്രൊട്ടക്ട് ചെയ്ത് 1-0 ലീഡുമായിട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ വി ഷുഡ് ഹാവ് ഡൺ മോർ. ഒരു ബോൾ മൂവ്സ് ഒക്കെ നടത്തി 1-1 കൺസീഡ് ചെയ്യാൻ, അതാ നമ്മൾ സെക്കൻഡ് ഹാഫിൽ അന്യായമായിട്ട് പെർഫോം ചെയ്തു. ബട്ട് അൺലക്കി വൈസ് അവർ ഒരെണ്ണം അടിച്ച് ഈക്വലൈസ് ചെയ്യുമായിരുന്നില്ല, ഐ വുഡ് ഹാവ് ബീൻ ഓക്കെ. ബട്ട് സെക്കൻഡ് ഹാഫിലെ ആ ഒരു പെർഫോമൻസ്, എസ്പെഷ്യലി ലാസ്റ്റ് മിനിറ്റ്സിലേക്ക് ആ പെർഫോമൻസ് കണ്ടതിന് ശേഷം വി നീഡ് ടു എന്നാ പറയാ ഇംപ്രൂവ് അവർ ഗെയിം. എല്ലാ പ്ലേയേഴ്സും, പ്രോബ്ലി ഗുണ്ടഗൻ, അറോഹോ, ഫ്രാങ്കി വാസ് ഒക്കെ, അല്ല നമുക്ക് നോക്കുകയാണെങ്കിൽ ഓവറോൾ ടീമിന്റെ ഇന്റൻസിറ്റി അപ്പ് ചെയ്തേ പറ്റൂ. ആൻഡ് ഐ തിങ്ക് സാവി ഹാവ് എ ഹ്യൂജ് എന്നാ പറയാ ബ്ലെയിം പുള്ളിക്ക് തന്നെ കിട്ടണം ഇന്നത്തെ മാച്ചിൽ നമ്മുടെ ടീമിന്റെ പെർഫോമൻസിലും ആൻഡ് ചേഞ്ചസിന്റെ കാര്യത്തിൽ. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നമുക്ക് നോക്കാം. എന്തായാലും സെക്കൻഡ് ലെഗിൽ കോൺഫിഡന്റ് ആയിട്ട് കളിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഒപ്പീനിയൻസ് പറയുക, ബാർസലോണയ്ക്ക് എവിടെയാണ് പാളിയത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുപോലെ തന്നെ നാപ്പിളിയുടെ കാര്യം പറയാം. നാപ്പിളി നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തോ? ഐ തിങ്ക് ബാർസലോണ ഹേറ്റേഴ്സ് എനിബഡി ഉണ്ടെങ്കിൽ നാപ്പിളിയുടെ പെർഫോമൻസ് നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തെങ്കിൽ അത് പറയാം. നാപ്പിളി വാസ് ബാഡ്. നാപ്പിളി ഇന്നലെ മോശമായിരുന്നു, ശരിക്കും മോശമായിട്ടാണ് അവരും കളിച്ചത്, അത് എടുത്തു പറയേണ്ട കാര്യം. ബട്ട് വി മെയ്ഡ് നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേയും മേ ബി ഒരു ഫാക്ടർ ആയിരിക്കാം അവരങ്ങനെ മോശമായിട്ട് പെർഫോം ചെയ്യാനായിട്ട്, അല്ലേ? ആയിരിക്കാം. സോ എന്താണ് നമ്മുടെ പെർഫോമൻസ് വാസ് ഓക്കെ. ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് 60 മിനിറ്റ്സ് ഓവറോൾ പെർഫോമൻസ് വാസ് ഗുഡ്. നമ്മൾ കൺവേർട്ട് ചെയ്തില്ല. ആൻഡ് ലാസ്റ്റ് 30-35 മിനിറ്റ്സ് പെർഫോമൻസ് ആണ് എന്നെ ഏറ്റവും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ശരിയാണ്, തോറ്റുന്നതിൽ കളിച്ച് പൊരുതി അവർ ഈക്വലൈസ് ചെയ്യാൻ ഞാൻ പോട്ടെന്ന് വെച്ചാൽ ഇത് നമ്മൾ അവർക്ക് തുറന്നു കൊടുത്ത പോലെ. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.